أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنهم ألفوا آباءهم ضالين فهم على آثارهم يهرعون ولقد ضل قبلهم أكثر الأولين ولقد أرسلنا فيهم منذرين فانظر كيف كان عاقبة المنذرين إلا عباد الله المخلصين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1548 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 69 മുതൽ 74 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنهم ألفوا آباءهم ضالين فهم على آثارهم يهرعون ولقد ضل قبلهم أكثر الأولين ولقد أرسلنا فيهم منذرين فانظر كيف كان عاقبة المنذرين إلا عباد الله المخلصين صدق الله العلي العظيم. സൂറത്ത് സ്വാഫാത്തിലെ 69 മുതൽ 74 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യനിഷേധികൾ നരകത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥകളെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയാത്തുകളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായത്. നരകത്തിലെ നരകീയ ജീവിതത്തിന്റെ ചില ചിത്രങ്ങൾ കോറിയിടുകയായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠന വിധേയമാക്കിയ ആ ആയാത്തുകളിലായിട്ട്. രണ്ട് ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് അല്ലാഹു ഈ ആയാത്തുകളിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഒന്ന്, സത്യവിശ്വാസികളെ ഏറ്റുവാങ്ങുന്ന സ്വർഗീയ ജീവിതം. അതിനെക്കുറിച്ചുള്ള ഒരു വിവരണം അല്ലാഹു നൽകുകയുണ്ടായി. എന്നിട്ട് അതിനെ തുടർന്ന് അല്ലാഹു ചോദിച്ച ഒരു കാര്യം, അദാലിക ഖൈറുൻ നുസുലൻ അം ശജറത്തു സഖൂം, അതാണോ ഏറ്റവും ഉത്തമമായ സൽക്കാരവും ആതിഥേയത്വവും, അതല്ല സഖൂം വൃക്ഷമാണോ, ഏതാണ് അഭികാമ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്നതാണ് ഒരു ചോദ്യം എന്ന നിലക്ക് അല്ലാഹു ഉന്നയിക്കുകയുണ്ടായത്. എന്നിട്ട് തുടർന്ന് സഖൂം വൃക്ഷത്തെ കുറിച്ചുള്ള ചില വിവരണങ്ങളാണ് നൽകിയത്. തീർച്ചയായിട്ടും ധിക്കാരികളായ അതിക്രമകാരികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കുള്ള ഒരു വലിയ ഫിത്ന തന്നെ ആയിരിക്കും, വലിയൊരു പരീക്ഷണം തന്നെ ആയിരിക്കും. നരകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ മുളച്ചു പൊങ്ങിയിട്ടുള്ള ഒരു വൃക്ഷമാണത്. ഇന്നഹ ഷജറത്തുൻ തഖ്റുജു ഫി അസ്ലിൽ ജഹീം. തുടർന്ന് വിവരിക്കുന്ന തല്ലുഹാ കഅന്നഹു റൂഉസു ശയാത്തീൻ, അതിന്റെ നാമ്പുകൾ അല്ലെങ്കിൽ അതിന്റെ കായ്ക്കനികൾ, അതിലുള്ള അതിന്ന് വളർച്ച നേടി പുറത്തേക്ക് വരുന്ന, അതിൽ പ്രത്യക്ഷപ്പെടുന്ന പുതുനാമ്പുകൾ, അത് ഷയാത്തീന്റെ ശിരസ്സുകൾ പോലെയാണ് കാഴ്ചയിൽ ഉണ്ടാവുക. ഫൈന്നഹും ലആകിലൂന മിൻഹ, ഈ നരകവാസികൾ അതിൽ നിന്നാണ് ഭക്ഷിക്കുക. ഫമാലിഊന മിൻഹൽ ബുതൂൻ, അത് ഭുജിച്ചുകൊണ്ടാണ് അവർ വയറ് നിറയ്ക്കുക.
അതിന്റെ മുകളിലായിട്ട് അവർക്ക് കുടിക്കാനുള്ളത് അറപ്പുളവാക്കുന്ന ഒരു മിശ്രിതമായ ചുട്ടുപൊള്ളുന്ന ഒരു ദ്രാവകമായിരിക്കും. ലശോഭം മിൻ ഹമീം എന്നാണ് അവിടെ ആ പാനീയത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. നിശ്ചയമായിട്ടും ഇന്ന മർജിഅഹും ഇലൽ ജഹീം. അപ്പോ ഷജറത്തു സഖൂമും ഈ ശൗബം മിൻ ഹമീമും ഒക്കെ കഴിച്ചിട്ട് അവര് മടങ്ങാനിരിക്കുന്നത് ജഹീമിലേക്ക് തന്നെയാണ്, നരകത്തിലേക്ക് തന്നെയാണ്. അങ്ങോട്ട് തന്നെയാണ് അവർക്ക് തിരികെ പോകാനുള്ളത്. ഈ വിധത്തിലാണ് നരകവാസികളുടെ അവർക്ക് ലഭിക്കുന്ന അവിടെ ഉള്ള ആതിഥേയത്വത്തെ കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അതാണോ അതല്ല നേരത്തെ വിവരിച്ച സ്വർഗവാസികൾക്ക് ലഭിക്കുന്ന ആതിഥേയത്വമാണോ നിങ്ങൾക്ക് അഭികാമ്യമായിട്ട് തോന്നുന്നത് എന്നതാണ് ചോദ്യം. ഇന്നഹും അൽഫൗ അബഅഹും ളാല്ലീൻ. അതിനെ തുടർന്ന് ഈ നരകവാസികളായി മാറിയ ആളുകളുടെ ഭൗതിക ലോകത്തെ ജീവിത നിലപാടുകൾ എന്തൊക്കെയായിരുന്നു എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്, ഇല്ലെങ്കിൽ വിശദമാക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഇന്നഹും അൽഫൗ ആബാഅഹും നമ്മളിന്ന് വായിച്ചു തുടങ്ങിയത് ഈ ഭാഗത്തു നിന്നാണ്, 69 ആയത്ത് മുതൽ. ഇന്നഹും നിശ്ചയമായിട്ടും അവർ അൽഫൗ ആബാഅഹും അവരുടെ പിതാക്കന്മാരെ അല്ലെങ്കിൽ പ്രപിതാക്കന്മാരെ ഒക്കെ കാണുകയുണ്ടായി. ളാല്ലീൻ അവര് ശരിയായ മാർഗത്തിൽ നിന്ന് തന്നെ അകന്നു പോയിട്ടുള്ള, മാർഗച്യുതി സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ വഴി പിഴച്ചിട്ടുള്ള ആളുകളായിട്ട് അവർക്ക് അവരുടെ പൂർവികന്മാരെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അവരുടെ പൂർവികന്മാര് യുക്തിബോധമുള്ളവരോ അല്ലെങ്കിൽ ബുദ്ധിപരമായി കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് തീരുമാനങ്ങളിൽ എത്തുന്നവരോ ഒന്നും ആയിരുന്നില്ല. അവര് ലലാലത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ്, പിഴച്ച വഴിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചിരുന്ന ആളുകളാണ്. അങ്ങനെയാണ് അവര് അവരുടെ പിതാക്കന്മാരെയും പ്രപിതാക്കന്മാരെയും ഒക്കെ കാണുകയുണ്ടായിട്ടുള്ളത്. അത് കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അവര് പിഴച്ച വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരിയായ യുക്തിബോധത്തിന്റെയോ അല്ലെങ്കിൽ ശരിയായ ഒരു ബുദ്ധിപരമായി വിലയിരുത്തി മനസ്സിലാക്കിയ ഒരു ശരിയായ മാർഗത്തിലൂടെ അല്ല അവർ പോകുന്നത് എന്നത് എല്ലാവർക്കും ബോധ്യപ്പെടും. ലലാലത്തിലൂടെയാണ് അവർ നീങ്ങുന്നത് എന്നത് അവരുടെ പ്രപിതാക്കന്മാരുടെ കാര്യത്തിൽ അവര് നേരിട്ട് കണ്ടതാണ്. അവർക്കറിയാം ഈ പൂർവികരായ ഇവരുടെ പിതാക്കന്മാരും പ്രപിതാക്കന്മാരും ഒന്നും തന്നെ ശരിയായ ജീവിത സരണിയിലൂടെയല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്നത്. എന്നാല് തങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ പൂർവികർ പിഴച്ച വഴിയിലൂടെ നീങ്ങുന്നത് കാണാനിടയായിട്ടും അവരെന്താണ് ചെയ്തത്? ഫഹും അല ആസാരിഹിം യുഹ്റഊൻ. അവരുടെ അതേ പാതയിലൂടെ അവരെ പിന്തുടർന്നുകൊണ്ട് നീങ്ങുകയായിരുന്നു ഇവരും നടന്നു നീങ്ങിയത് അല്ലെങ്കിൽ സഞ്ചരിച്ചത്, ഓടിക്കൊണ്ടിരുന്നത് ആ പിഴച്ച വഴിയിൽ നീങ്ങിയ പ്രപിതാക്കന്മാരുടെ പാതയിലൂടെ, ജീവിത സരണിയിലൂടെ തന്നെയാണ്. ഫഹും അല ആസാരിഹിം യുഹ്റഊൻ. ആസാർ എന്ന് പറഞ്ഞ കാൽപാദങ്ങളുടെ അടയാളങ്ങൾ, ഭൂമിയിൽ നടന്നു നീങ്ങുന്ന ഒരാൾ വിടുന്ന അടയാളങ്ങളാണ്, കാലടികളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ കാലടികൾ തന്നെ പിന്തുടർന്നുകൊണ്ടാണ് ഇവരും ഓടുകയുണ്ടായത്. ഹറ എന്ന് പറഞ്ഞ വേഗത്തിൽ നടക്കുക, സഞ്ചരിക്കുക, ഓടുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഈ പിന്മുറക്കാരായി വന്ന ആളുകള് ഈ പൂർവികരുടെ കാൽപാദങ്ങൾ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് അവരുടെ ജീവിത പ്രയാണം നടത്തുകയുണ്ടായത്. പൂർവികര് പിഴവ് പറ്റിയവരാണ്, അവര് തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. ആ അബദ്ധം നമ്മളും ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലാകേണ്ടതുണ്ടായിരുന്നു. കാരണം അവർക്ക് അറിയാം പൂർവികര് പിഴച്ച വഴിയിലാണ് നീങ്ങിയിട്ടുള്ളത്. അവര് തെരഞ്ഞെടുത്ത മാർഗം ശരിയല്ല എന്നത്
അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഈ ആളുകൾക്ക് അറിയാം. അള്ളാഹു അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നഹും അൽഫൗ ആബാഅഹും ളാല്ലീൻ. അവരുടെ പ്രപിതാക്കന്മാരെ ളാല്ലീനായിട്ട് ആണ് അവർ കാണുകയുണ്ടായത്. പിഴച്ച വഴിയിലൂടെ പോകുന്നവരായിട്ടാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഫഹും അല ആസാരിഹിം യുഹ്റഊൻ. എന്നാൽ അവരുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് തന്നെ ആണ് ഇവരും അതിവേഗത്തിൽ ആ വഴിയിൽ മുന്നേറുകയുണ്ടായത്. വലഖദ് ളല്ല ഖബ്ലഹും അക്സറുൽ അവ്വലീൻ. യഥാർത്ഥത്തില് പൂർവികരായ ആളുകളിൽ ഏറിയ പേരും വളരെ കൂടിയ എണ്ണം ആളുകളും ഈ പിഴച്ച വഴിയിലൂടെ തന്നെയാണ് നേരത്തെ സഞ്ചരിക്കുകയുണ്ടായിട്ടുള്ളത്. വലഖദ് ളല്ല ഖബ്ലഹും. ഇവര് എന്നല്ല, ഇവർക്ക് മുമ്പ് തന്നെ അക്സറുൽ അവ്വലീൻ. അവ്വലീൻ എന്ന് പറഞ്ഞാൽ, അവ്വലൂൻ എന്ന് പറഞ്ഞാൽ ആദ്യ തലമുറയിൽ അല്ലെങ്കിൽ മുന്നേ പോയ ആളുകൾ, നേരത്തെ ഉള്ള തലമുറകൾ. അവരിൽ അധിക പേരും ലലാലത്തിൽ തന്നെയായിരുന്നു എന്നതാണ് വസ്തുത. വലഖദ് ളല്ല ഖബ്ലഹും. ഈ വഴി പിഴച്ച വിധത്തിൽ നീങ്ങുന്നത് ഇവര് ആദ്യമായിട്ടൊന്നുമല്ല. ആദ്യമായിട്ട് പിഴച്ച് തെറ്റായ വഴിക്ക് നീങ്ങുന്ന കൂട്ടരല്ല ഇവര്. ഇവരുടെ പിതാക്കന്മാര് പിഴച്ച വഴിക്കാണ് നീങ്ങിയത്. അവർക്കും മുമ്പുള്ള അവ്വലൂനായ ആളുകള്, വളരെ പൂർവികരായ ആളുകള്, അവരും പിഴച്ച വഴിക്ക് തന്നെയാണ് കൂടുതൽ പേരും നീങ്ങിയിട്ടുള്ളത്. ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ കൂട്ടാക്കാതെ ലലാലത്തിലൂടെ തന്നെ നീങ്ങുകയായിരുന്നു ഇവരുടെ പൂർവികരിൽ കൂടുതൽ പേരും. വലഖദ് അർസൽനാ ഫീഹിം മുൻദിരീൻ. അത് കാര്യങ്ങൾ അറിയാതെ ഒന്നും സംഭവിച്ചതല്ല. ഇവരുടെ അടുക്കലേക്ക് മുന്നറിയിപ്പുകാരെ, താക്കീതുകാരെ നാം അയച്ചിട്ടുണ്ടായിരുന്നു. വലഖദ് അർസൽനാ ഫീഹിം. ഇവരിലേക്ക് തീർച്ചയായിട്ടും നാം അയക്കുകയുണ്ടായിട്ടുണ്ട്. മുൻദിരീൻ. മുൻദിറുകളായിട്ട് പലരെയും, താക്കീതുകാര്, മുന്നറിയിപ്പുകാരും ഒക്കെ ആയിട്ട് പല ദൂതന്മാരെയും നാം നേരത്തെ അവരിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ പൂർവികര് വഴി പിഴച്ചത് സത്യം മനസ്സിലാക്കാനുള്ള, ശരിയായ ജീവിത സരണി കണ്ടെത്താനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഇവരുടെ പൂർവികരും ഇങ്ങനെ തെറ്റായ വഴി തന്നെയായിരുന്നു തെരഞ്ഞെടുക്കുകയുണ്ടായത്. സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്ന വിധത്തില് അവർക്കിടയിൽ താക്കീതുകാര് വന്നു ചേർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവര് പിഴച്ച വഴിയാണ്, ലലാലത്താണ് തെരഞ്ഞെടുത്തത്. ഈ തലമുറയും ചെയ്തുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ്. പൂർവികരുടെ അടുക്കലേക്കും നാം മുൻദിറുകളെ, താക്കീതുകാരെ, മുന്നറിയിപ്പ് നൽകുന്ന ദൂതന്മാരെ അയച്ചിട്ടുണ്ടായിരുന്നു. ഫൻളുർ. അതുകൊണ്ട് പ്രവാചകരെ താങ്കളൊന്ന് നോക്കിക്കാണുക. കൈഫ കാന ആഖിബത്തുൽ മുൻദരീൻ. താക്കീത് നൽകപ്പെട്ട ആ സമൂഹങ്ങളുടെ പരിണിതി എന്തായിരുന്നു എന്നത് താങ്കളൊന്ന് നിരീക്ഷിച്ച് കാണുക. ഇതാണ് നിർദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള നിർദ്ദേശമാണെങ്കിലും വിശുദ്ധ ഖുർആൻ കേൾക്കാനോ പഠിക്കാനോ വായിക്കാനോ ഒക്കെ അവസരം ഉണ്ടാവുന്ന എല്ലാവർക്കും ഉള്ള നിർദ്ദേശമാണിത്. ഫൻളുർ. നീ നോക്കുക, നോക്കിക്കാണുക, മനസ്സിലാക്കുക, നിരീക്ഷിക്കുക. കൈഫ കാന ആഖിബത്തുൽ മുൻദരീൻ. താക്കീത് നൽകപ്പെട്ട ആളുകൾ. ഒട്ടും മുമ്പുള്ള ആയത്തിൽ മുൻദിരീൻ എന്ന വാക്ക് നിങ്ങൾ കണ്ടല്ലോ. മുൻദിർ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകുന്നവനാണ് എന്ന് പറഞ്ഞാൽ ദൂതന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. മുൻദർ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകപ്പെടുന്നവനാണ്. അതിന്റെ ബഹുവചനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ താക്കീത് നൽകപ്പെട്ടവരുടെ പരിണിതി അള്ളാഹു പ്രവാചകന്മാര് മുഖേന താക്കീത് നൽകുകയുണ്ടായ നിങ്ങളുടെ പൂർവിക തലമുറകൾ, അവര് പിന്നീട് എന്ത് ആഖിബത്താണ് ഏറ്റുവാങ്ങുകയുണ്ടായത് എന്നത് ഒന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കുക. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ വിഭാഗത്തിൽ പെടുന്നവരായിരുന്നു മുകളിൽ വിവരിക്കപ്പെട്ട
നരകത്തിന്റെ അവകാശികളായിട്ട് സഖൂം വൃക്ഷവും അതുപോലെ ഷൗബും മിൻ ഹമീമും ഒക്കെ കഴിച്ചുകൊണ്ട് നരകത്തിൽ നിത്യമായി കഴിയേണ്ടി വരുന്ന ആളുകൾ. ആ ആളുകള് ഏറ്റുവാങ്ങിയ ആക്ഷേപത്ത് എന്താണ് എന്നത് താക്കീത് നൽകപ്പെട്ടതിന് ശേഷവും അത് പ്രയോജനപ്പെടുത്താതെ ധിക്കാരപൂർവം ലലാലത്തിന്റെ വഴിക്ക് തന്നെ നീങ്ങിയ ആളുകൾ ഉണ്ടല്ലോ, അവരെ ഏറ്റുവാങ്ങിയ ആക്ഷേപത്ത് അന്തിമമായ പരിണതി അത് എങ്ങനത്തതായിരുന്നു എന്നത് പ്രവാചകരെ താങ്കളൊന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഖുർആൻ വായിക്കുന്ന എല്ലാവരും തന്നെ അതൊന്ന് നോക്കി കാണുക. രണ്ടു നിലക്ക് ഇത് നോക്കി കാണാവുന്നതാണ്. ഒന്ന്, ഈ ആളുകളുടെ അനന്തരഫലം, അവര് ഏറ്റുവാങ്ങിയ അനന്തരഫലം എന്തായിരുന്നു എന്നത് അവരെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടും ഒരുപക്ഷെ പിൽക്കാലത്ത് ഈ അള്ളാഹു നൽകിയിരിക്കുന്ന വിവരണം ഉണ്ടല്ലോ, ഇവരെ കുറിച്ചുള്ള പിൽക്കാലത്ത് അവരെ ഏറ്റുവാങ്ങിയ ആക്ഷേപത്തിനെ കുറിച്ചുള്ള ആ വിവരണത്തിന്റെ സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ഭൂമിയിൽ അവർ അവശേഷിപ്പിച്ചിട്ടുള്ള ആസാറുകളെ വിലയിരുത്തിക്കൊണ്ട് ചരിത്രം പരിശോധിച്ചുകൊണ്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ ആളുകള്, താക്കീത് നൽകപ്പെട്ട സമൂഹങ്ങള് എന്ത് ആക്ഷേപത്താണ് ഏറ്റുവാങ്ങുകയുണ്ടായത് എന്നതൊന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കുക. ആ ദുരന്തത്തിൽ നിന്ന് അവരേറ്റുവാങ്ങിയ അത്യന്തം ദയനീയമായ ആ ദുരന്തത്തിൽ നിന്നും മുക്തരായവർ, അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ ഈ ഒരു കൂട്ടര് മാത്രമാണ്. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ, അള്ളാഹുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഇബാദുകൾ, ദാസന്മാരൊഴികെ ബാക്കിയുള്ള ഈ തെറ്റായ വഴിയിലൂടെ പോകാമെന്ന് തന്നെ വെച്ച ആളുകൾ ഏറ്റുവാങ്ങിയ ആഖിബത്ത് എന്താണ് എന്നത് താങ്കളൊന്ന് നിരീക്ഷിച്ച് കാണുക. ഈ ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ ആ ഗണത്തിൽ പെടൂല. അവര് താക്കീത് ഉൾക്കൊണ്ടവരും പ്രവാചകന്മാര് മുഖേന നൽകപ്പെട്ട ദൈവികമായ മുന്നറിയിപ്പുകളെ ഗൗനിച്ചവരുമായ ആളുകളാണ്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പരാമർശിക്കപ്പെട്ട നരകവാസികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വിധത്തിലുള്ള ആക്ഷേപത്തൊന്നും ഏറ്റുവാങ്ങേണ്ടി വരില്ല. അവരതിൽ പെടൂല. അത് അവരൊഴികെയുള്ള ഈ അവലുകൾ, ഈ പൂർവികർ, അവര് ഏറ്റുവാങ്ങിയ ആക്ഷേപത്ത് എന്തായിരുന്നു എന്നതൊന്ന് നോക്കിക്കാണുക. ഇതാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. മുഖ്ലസീൻ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. നേരത്തെ ഈ വാക്ക് ഇതേ സൂറത്തിൽ നമ്മൾ ഏതാനും ആയത്തുകൾ അപ്പുറത്ത് ഈ വാക്ക് കാണുകയുണ്ടായി. അത് സംബന്ധമായിട്ട് ഒരു ചർച്ചയും ഇതില് ചില ചോദ്യങ്ങളൊക്കെ ചിലർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മുഖ്ലസ് എന്ന വാക്കും മുഖ്ലിസ് എന്ന വാക്കും രണ്ടും രണ്ടാണ്. മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ളവൻ, അർപ്പണബോധത്തോടു കൂടി കാര്യങ്ങളെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടും നിസ്വാർത്ഥതയോടും കൂടി കാര്യങ്ങളെ സമീപിക്കുന്ന, നിലപാടെടുക്കുന്ന, കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് മുഖ്ലിസ്. മുഖ്ലസ് എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ടവൻ എന്നാണ് അർത്ഥം. എക്സ്ക്ലൂസീവായിട്ട് തനിക്ക് എന്ന നിലക്ക് ഒരാളങ്ങ് ഏറ്റെടുക്കുന്നുവെങ്കിൽ അയാൾ എൻ്റെ മുഖ്ലസ് ആണ് എന്ന് പറയാം. അപ്പൊ അള്ളാഹുവിന്റെ മുഖ്ലസുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇബാദ് ആയ മുഖ്ലസുകൾ, അള്ളാഹു പ്രത്യേകമായിട്ട് തനിക്ക് വേണ്ടവർ എന്ന വിധത്തില്, തനിക്ക് വേണ്ടപ്പെട്ടവർ എന്ന നിലക്ക് അടയാളപ്പെടുത്തി ഏറ്റെടുത്ത ആളുകളാണ് മുഖ്ലസുകൾ. ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ഈ ഭൗതിക ലോകത്ത് മനുഷ്യർക്ക് ജീവിത സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് അള്ളാഹു അവന് വേണ്ട ചിലരെ അങ്ങ് തെരഞ്ഞെടുക്കുകയാണ്. ബാക്കിയുള്ളവര് ഒരു വേസ്റ്റ് ആയിട്ട് തഴയപ്പെടുകയാണ്. ഇതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, ദൈവിക ദൃഷ്ടാന്തങ്ങളെ മനനം ചെയ്യാൻ, അതിലൂടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ, എന്നിട്ട് ആ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിത സരണി ദൈവിക മാർഗദർശന പ്രകാരം സ്വീകരിക്കാൻ, അതിലൂടെ സഞ്ചരിക്കാൻ സന്നദ്ധതയുള്ള ആളുകളെയാണ്
അള്ളാഹു തനിക്ക് വേണ്ടപ്പെട്ട ഇബാദുകളായിട്ട് തെരഞ്ഞെടുക്കുക. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ഇബാദുകൾ ഈ ആഖിബത്തൊന്നും ഏറ്റുവാങ്ങേണ്ടി വരില്ല. ആ ഗണത്തിൽ പെടാത്തവര് യഥാർത്ഥത്തില് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൃഷ്ടിപ്പിന്റെ ധർമ്മം നിർവഹിക്കാൻ സന്നദ്ധരാവാതിരുന്ന ആളുകളാണ്. പടച്ചതമ്പുരാൻ ഇങ്ങനെ ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ ആകുന്നതിന് വേണ്ടിയാണ് ഈ ആളുകളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്, അവർക്ക് ഈ അവസരങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവരിൽ ഈ അള്ളാഹു ഉദ്ദേശിച്ച ദൗത്യത്തിന് യോഗ്യരായവരാര് എന്ന ഒരു പരിശോധനയാണ് അള്ളാഹു ഇവിടെ നടത്തുന്നത്. അതിനു പറ്റിയ ആളുകളെയാണ് അള്ളാഹു തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ ആവാൻ യോഗ്യരായ ആളുകളെ അള്ളാഹു ഈ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കുന്നു. അവരല്ലാത്ത ബാക്കിയുള്ളവരും ഈ അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയ ധിക്കാരത്തിലും അതുപോലെ അഹന്തയിലും നിഗളിപ്പിലുമൊക്കെയായി കഴിഞ്ഞുകൂടിയ ആളുകൾ, അവര് ഈ അവസരം പ്രയോജനപ്പെടുത്തിയ ആളുകളല്ല. അവര് സൃഷ്ടിപ്പിന്റെ ധർമ്മം പൂർത്തീകരിക്കാൻ സന്നദ്ധരായ ആളുകളല്ല. ഈ ആളുകളാണ് നരകത്തിന്റെ അവകാശികളായി മാറുന്നത്. പക്ഷെ ആ ഗണത്തിൽ ഒരിക്കലും തന്നെ ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ ഉൾപ്പെടുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ സൂറത്തു ഷാഫാത്തിലെ 69 മുതൽ 74 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന നരകാവകാശികളായ ആളുകൾ യഥാർത്ഥത്തിൽ അവർക്കും അള്ളാഹുവിന്റെ താക്കീത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പൂർവികര് ലലാലത്തിന്റെ വഴിയിലൂടെയാണ് നീങ്ങുന്നത് എന്നത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള സമയോചിതമായ മുന്നറിയിപ്പുകളും താക്കീതുകളും ഒക്കെ അവർക്കും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് തുടർന്നു വന്ന പൂർവികരുടേതായ ആചാരങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാനോ സത്യമാർഗത്തിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കാനോ ഒന്നും കൂട്ടാക്കാതെ മുന്നോട്ട് പോവുകയാണ്. അന്ധത നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന വിധത്തിൽ അവർക്ക് അള്ളാഹു നൽകിയ കഴിവുകളൊന്നും പ്രയോജനപ്പെടുത്താതെ ഈ ദുർമാർഗത്തിൽ തന്നെ പൂർവികരെ പോലെ കണ്ണും ചിമ്മി അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവർ ചെയ്തത്. അതിനുള്ള ആക്ഷേപത്താണ് ഇപ്പോൾ അവർ ഏറ്റുവാങ്ങുന്നത്. പക്ഷെ ആ ആക്ഷേപത്തെ ഒരിക്കലും തന്നെ അള്ളാഹു തനിക്കായി തെരഞ്ഞെടുത്തിട്ടുള്ള അവന്റെ വിവാദുകൾ ആ ആക്ഷേപത്തിന് ഏറ്റുവാങ്ങുന്നവരുടെ കൂട്ടത്തിൽ പെടുകയില്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.